ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രവിചന്ദ്രൻ അശ്വിൻ 2024 ഡിസംബർ മാസത്തിലാണ് തൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം 2025 ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹം 9 മത്സരങ്ങളിലാണ് കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ബൗളിങ്ങിൽ പ്രതിനിധീകരിച്ചത്. 9 മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം 7 വിക്കറ്റുകളാണ് നേടിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം തൻ്റെ IPL റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 2026 സീസണിൽ രവിചന്ദ്രൻ അശ്വിനെ നമുക്ക് IPL കാണാൻ കഴിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ടീമിൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരിക്കാം. പ്രത്യേകിച്ച് ഡീലുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ തുടക്കം 2009 ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തന്നെ അരങ്ങേറിയ അദ്ദേഹം 2 മത്സരങ്ങളിൽ നിന്ന് 2 വിക്കറ്റുകളാണ് നേടിയത്. തൻ്റെ തുടക്കവും തൻ്റെ അവസാന സീസണും IPL അവസാന സീസണും രണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം 221 മത്സരങ്ങളാണ് 5 ഫ്രാഞ്ചൈസികളിലായി IPLൽ ഇതുവരെ കളിച്ചത്. 2009 മുതൽ 2025 വരെ 221 മത്സരങ്ങൾ കളിച്ച രവിചന്ദ്രൻ അശ്വിൻ 187 വിക്കറ്റുകളാണ് നേടിയത്. IPLൻ്റെ വിക്കറ്റ് ടേക്കേഴ്സ് ലിസ്റ്റിൽ ഹിസ്റ്ററിയിൽ 5ാം സ്ഥാനത്താണ് നിലവിൽ രവിചന്ദ്രൻ അശ്വിൻ ഉള്ളത്. 7.20 എക്കണോമിയിലാണ് അദ്ദേഹത്തിൻ്റെ എക്കണോമി ആവറേജ് ഹിസ്റ്ററിയിൽ ടോട്ടലി നോക്കുമ്പോൾ ഹിസ്റ്ററി ആവറേജ് വന്നിരിക്കുന്നത് 7.20 4710 ബോളുകളാണ് രവിചന്ദ്രൻ അശ്വിൻ IPLൽ ഇതുവരെ ബോൾ ചെയ്തത്. ഏകദേശം 785 ഓവർ. 7.20 എക്കണോമിയിൽ 5652 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. രാജസ്ഥാന് വേണ്ടി കളിച്ചപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചപ്പോഴെല്ലാം അദ്ദേഹത്തിന് മലയാളികളുടെ ഒരു വൻ സപ്പോർട്ട് തന്നെ ഉണ്ടായി. മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ലൊരു ശതമാനം ആരാധകരുമുണ്ട്. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ രവിചന്ദ്രൻ അശ്വിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പിലൊക്കെ അദ്ദേഹത്തിന് വളരെയേറെ ഫാൻസ് കേരളത്തിൽ കൂടുതലുണ്ടായി. എന്തായാലും വരും IPL സീസണുകളിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒന്നുകിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയോ രാജസ്ഥാൻ റോയൽസിൻ്റെയോ ഒക്കെ ഭാഗമായി ബൗളിംഗ് കോച്ചായോ അല്ലെങ്കിൽ മെയിൻ കോച്ചോ ആയിട്ടൊക്കെ എന്തായാലും നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.